ഇവിടെ സ്റ്റുവർട്ട് ബ്രഷ് ചെയ്തിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പൊ അറിയാതെ ജോർജ് അവന്റെ ഷർട്ട് ഊരിയിട്ട് തറയെ കൂടി നടന്നു വന്ന സ്റ്റുവർട്ടിന്റെ പുറത്തിടുന്നു. എന്നിട്ട് ആ ഷർട്ട് എടുത്ത് അലക്കാനിടുന്ന ബാസ്ക്കറ്റിൽ ഇടാണ്. അപ്പൊ ഇതറിയാതെ അമ്മ വന്ന് ആ തുണികളെല്ലാം എടുത്തുകൊണ്ട് പോയി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് മെഷീൻ ഓൺ ചെയ്യുന്നു. അപ്പൊ സ്റ്റുവർട്ട് വാഷിംഗ് മെഷീനിന്റെ ഡോറിൽ വന്നിട്ട് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് വിളിച്ചു പോവാണ്. പക്ഷെ അത് ആരും കേട്ടില്ല. അങ്ങനെ വെള്ളം നിറഞ്ഞ മെഷീൻ ഓൺ ആവുകയാണ്. ആ സമയത്ത് അമ്മ സ്റ്റുവർട്ടിനെ കണ്ട് വാഷിംഗ് മെഷീൻ തുറന്ന് അവനെ പുറത്തെടുക്കുന്നു. അങ്ങനെ ചുമച്ച് ശ്വസിക്കാൻ ശ്രമിക്കുന്ന സ്റ്റുവർട്ടിനോട് അമ്മ ചോദിച്ചു, നീ ഓക്കെ അല്ലേ എന്ന്. അപ്പൊ സ്റ്റുവർട്ട് എണീറ്റിട്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞതും അവന്റെ വായിൽ നിന്ന് ബബിൾസ് വന്ന് അവൻ ബോധം കെട്ട് വീഴുന്നു. സംഭവം ജോർജ് അവന്റെ പാരന്റ്സിന്റെ അടുത്ത് അവനൊരു ബ്രദറിനെ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവർ സ്റ്റുവർട്ട് എന്ന എലിയെ ദത്തെടുത്തുകൊണ്ട് വന്നത്. എന്നാൽ അവരുടെ വീട്ടിൽ സ്നോബൽ എന്ന് പറയുന്ന ക്യൂട്ട് ആയിട്ടുള്ള ഒരു നോട്ടി പൂച്ച കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുവർട്ടിനെ കണ്ട സ്നോബൽ ഓടി വന്ന് അവനെ തിന്നാൻ നോക്കുകയാണ്. ഉടനെ അച്ഛനും അമ്മയും സ്നോബലിനെ വഴക്ക് പറഞ്ഞ് സ്റ്റുവർട്ടിനെ തുപ്പിക്കുന്നു. ശേഷം ജോർജിനെ വിളിച്ച് അച്ഛനും അമ്മയും എലിക്കുട്ടിയെ കാണിച്ചിട്ട് ഇനി ഇവനാണ് നിന്റെ ബ്രദർ എന്ന് പറയുന്നു. എന്നാ അവന് സ്റ്റുവർട്ടിനെ ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോവാണ്. പക്ഷെ അച്ഛനും അമ്മയും ആ കുട്ടി എലിക്ക് സ്വന്തമായി ഒരു റൂമൊക്കെ കൊടുത്ത് അവനെ സ്വന്തം മകനെ പോലെ നോക്കാൻ തുടങ്ങി.